guys, assalamualaikum. Welcome back to our channel Annuskitchen Lab. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തട്ടുകടയിലെ പുട്ട് ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുട്ട് ബിരിയാണി ഞങ്ങൾക്ക് മട്ടൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാം. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല ബീഫാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ബീഫാണ്. അപ്പോൾ ആദ്യം കുക്കറൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 4 പീസ് കറാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അതിനുശേഷം 3 ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴന്ന് വന്ന് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ട് ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ മസാല ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലയും അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ 2 പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിലയും. ഇറച്ചിയിൽ നിന്ന് നീരിറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റിടാതെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇറച്ചിയിൽ നിന്ന് നീരൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെയിറ്റ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ 6 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞങ്ങൾക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കറിയിൽ നിന്ന് കുറച്ച് മസാലയും അതുപോലെ തന്നെ ബീഫും എടുത്ത് ഞങ്ങൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് 2 സൈഡും ഫ്രൈ ആയിട്ട് വരണം. ബീഫ് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പില ഒരല്പം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുട്ടൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ മസാലയിലേക്ക് നമുക്ക് കുറച്ചായി ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നല്ല വരട്ടിയ ബീഫായിട്ടുണ്ട് ഇവിടെ. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പുട്ട് മുഴുവനായിട്ടും പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കറി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള, പച്ചമുളകും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഞങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടിപ്പുറത്തെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.